സംസ്ഥാനത്തെ ബാറുകളുടെ പ്രവർത്തന സമയം ഏകീകരിച്ച സർക്കാർ തീരുമാനത്തിൽ അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കുകയാണെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ്. ബാർ സമയം വർദ്ധിപ്പിച്ചുവെന്ന പ്രചരണം വസ്തുതാവിരുദ്ധമാണ്. ടൂറിസം മേഖലയുടെ വളർച്ച മുൻനിർത്തിയാണ് ഈ പരിഷ്കരണം. സർക്കാരിനെതിരെ മാധ്യമങ്ങൾ നുണബോംബുകൾ വർഷിക്കുകയാണെന്നും പലസ്തീനോട് ഇസ്രായേൽ കാട്ടുന്ന അതേ ക്രൂരതയാണ് മാധ്യമങ്ങൾ ഇടതുപക്ഷത്തോട് ചെയ്യുന്നതെന്നും മന്ത്രി ധർമ്മശാലയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്തെ ബാർ സമയക്രമത്തിൽ വരുത്തിയ മാറ്റം പുതിയ തീരുമാനമല്ലെന്നും നേരത്തെ ടൂറിസം കേന്ദ്രങ്ങളിൽ നിലനിന്നിരുന്ന സമയം എല്ലായിടത്തും ബാധകമാക്കുക മാത്രമാണ് ചെയ്തതെന്നും മന്ത്രി പറഞ്ഞു. അയൽ സംസ്ഥാനങ്ങളിലെ സമയക്രമവും കേരളത്തിലെ ഉയർന്ന ലൈസൻസ് ഫീസും പരിഗണിച്ചാണ് ഈ ഏകീകരണം. 5 ലക്ഷം രൂപ അധികം ഫീസായി അടയ്ക്കുന്ന 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് പുലർച്ചെ 3 മണിവരെ പ്രവർത്തിക്കാൻ അനുമതി നൽകിയത് ടൂറിസം വികസനം ലക്ഷ്യമിട്ടാണ്. ഈ വിഷയത്തിൽ പ്രതിപക്ഷത്തിന് അനുകൂല നിലപാടായിരുന്നു. എന്നാൽ പൊതുജന മധ്യത്തിൽ ഇത് എങ്ങനെ ചിത്രീകരിക്കപ്പെടുമെന്ന ആശങ്ക മാത്രമാണ് അവർക്കുണ്ടായിരുന്നത്. മറിച്ചുള്ള പ്രതിപക്ഷത്തിന്റെ പ്രതികരണങ്ങൾ ഇരട്ടത്താപ്പാണെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. ഞാനൊരു ടെലിവിഷൻ ചാനലിലും ഇന്ന് അവരുടെ ആരുടെയും പ്രതികരണം കണ്ടിട്ടില്ല. നിങ്ങൾ പറഞ്ഞത് വെച്ച് ഞാൻ പറയാണ്, ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പ്രതിപക്ഷം ഇതിനെ എതിർക്കുന്നുള്ളത്. നിങ്ങൾ എന്ന് പ്രതിപക്ഷം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങേയറ്റത്തെ ഇരട്ടത്താപ്പും കാപട്യവുമാണ്. കാരണം പ്രതിപക്ഷത്തിന് അറിയാത്ത കാര്യമല്ല ഇത്. പ്രതിപക്ഷം അനുകൂലമായ നിലപാടും അറിയിച്ചിട്ടുള്ളതാണ്. ഞങ്ങളെ അനുകൂല നിലപാട് പ്രതിപക്ഷം അറിയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇനി KCBC പ്രതിപക്ഷമായിട്ട് കൂടി സംസാരിക്കട്ടെ. ബാർ വിഷയത്തിൽ സർക്കാർ ഡീൽ നടത്തിയെന്ന കത്തോലിക്ക സഭയുടെ ആരോപണം സർക്കാരിനെ കുറിച്ചാകില്ല. സർക്കാരിന്റെ മദ്യനയം മദ്യവർജനമാണ്, നിരോധനമല്ല. മാധ്യമങ്ങൾ കോൺഗ്രസിന് എന്തും ചെയ്യാനുള്ള ലൈസൻസ് നൽകിയിരിക്കുകയാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് സ്വസ്ഥമായി സീരിയൽ കാണാനുള്ള അവസരം ഇത്തവണ ജനങ്ങൾ നൽകുമെന്നും ഫാറൂഖ് അബ്ദുള്ളയുടെ പ്രസംഗം ചെന്നിത്തല കേട്ടുപഠിക്കണമെന്നും മന്ത്രി പരിഹസിച്ചു. മാധ്യമങ്ങൾ നടത്തുന്ന നുണപ്രചരണങ്ങളെ പ്രതിരോധിച്ചുകൊണ്ട് തന്നെ LDF മുന്നോട്ടു പോകുമെന്നും മന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.